നടത്തിയിരുന്നു. ഹിജാബ് വിവാദത്തിലിരയായ കുട്ടി പഠനം നിർത്തിപ്പോയാൽ പള്ളുരുത്തി സെന്റ് റീത്ത സ്കൂൾ അധികൃതർ സർക്കാരിനോട് മറുപടി പറയേണ്ടി വരുമെന്നാണ് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കിയത്. ആ കുട്ടി അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദം വളരെ വലുതാണ്. ഇങ്ങനെ ഒരു കുട്ടിയോട് ചെയ്യാൻ പാടുണ്ടോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത്. ശിരോവസ്ത്രം ധരിച്ചു നിൽക്കുന്ന അധ്യാപിക കുട്ടി ഇത് ധരിക്കരുതെന്ന് പറഞ്ഞത് വലിയ വിരോധാഭാസമാണെന്നും മന്ത്രി പറയുന്നു. കുട്ടി എന്ത് കാരണത്തിന്റെ അടിസ്ഥാനത്തിലാണ് സ്കൂൾ വിട്ടു പോകുന്നത് എന്നുള്ള കാര്യം പരിശോധന വിധേയമാക്കേണ്ടതായിട്ടുണ്ട്. അതിന് കാരണക്കാരായവർ തീർച്ചയായിട്ടും ഗവൺമെന്റിനോട് മറുപടി പറയേണ്ടി വരും. കുട്ടിക്ക് എന്തെങ്കിലും മാനസിക സംഘർഷത്തിന്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദി സ്കൂൾ അധികാരികളായി. നമുക്ക് ഭരണഘടനയും അതുപോലെ തന്നെ വിദ്യാഭ്യാസ അവകാശ നിയമങ്ങളും ദേശീയ വിദ്യാഭ്യാസ നിയമങ്ങളും എല്ലാം ഉണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ വിദ്യാഭ്യാസം ചെയ്യുന്നതിന് വേണ്ടി കഴിയുള്ളൂ. ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ആ കുട്ടി അനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദം എത്രമാത്രമാണ്. അങ്ങനെ ഒരു പെൺകുട്ടി ഒരു കൊച്ചു മോളോട് അങ്ങനെ പെരുമാറാൻ വേണ്ടി പാടുണ്ടോ? ഇതെല്ലാം ചെറിയ തോതിൽ തന്നെ അവിടെ ചർച്ച ചെയ്ത് തീർക്കേണ്ട പ്രശ്നമാണ് വഷളാക്കി കൊണ്ടുപോകുന്നത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കുന്നു, ഒരു കുട്ടിയുടെ പ്രശ്നമാണെങ്കിലും ആ കുട്ടിക്ക് സംരക്ഷണം കൊടുക്കുക എന്ന നിലപാട് തന്നെയാണ് ഗവൺമെന്റ് നിലപാടെന്ന് പറയുന്നത്. ആ കുട്ടിക്ക് വിദ്യാഭ്യാസം ചെയ്യാൻ വേണ്ടിയുള്ള സംരക്ഷണം കൊടുക്കുക എന്ന നിലപാടാണ് ഗവൺമെന്റിന്റെ നിലപാടെന്ന് പറയുന്നത്. അത് വേറെ ഏതെങ്കിലും കാര്യം പറഞ്ഞുകൊണ്ടൊന്നും അതിന്റെ വിഷയത്തെ മാറ്റാൻ വേണ്ടിയുള്ള പരിശ്രമം നടത്തേണ്ട കാര്യമേ ഇല്ല. ഇവിടെ നമുക്ക് കാണാൻ ഒരു അത്ഭുതകരമായ കാര്യമാണ്. ശിരോവസ്ത്രം ധരിച്ചുകൊണ്ടുള്ള നിൽക്കുന്ന ടീച്ചറാണ് പിന്നെ കുട്ടിയോട് പറഞ്ഞത് ശിരോവസ്ത്രം ധരിക്കാൻ വേണ്ടി. വിരോധാഭാസമായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് പോകുമ്പോൾ കൊച്ചിയിൽ നിന്ന് കെ ഷുക്കൂറും കോഴിക്കോട് നിന്ന് ഗോപികയും വിവരങ്ങൾ നൽകും. ഷുക്കൂറിലേക്ക് ആദ്യം. ഷുക്കൂർ, ഈ കുട്ടിയുടെ പിതാവ് അദ്ദേഹം വളരെ മാനസിക വിഷമത്തോടു കൂടിയാണ് മീഡിയ വണിനോട് പ്രതികരിച്ചത്. നമ്മൾ അല്പസമയം മുൻപ് അത് കണ്ടതുമാണ്. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിക്ക് അവിടെ പഠിക്കാൻ നിർവാഹമില്ലാത്ത രീതിയിലാണ് കാര്യങ്ങൾ പോയിട്ടുള്ളത്, ചർച്ചകൾ പോയിട്ടുള്ളത്. സ്കൂൾ മാനേജ്മെന്റ് സർക്കാർ പറഞ്ഞിട്ട് പോലും നിലപാടിൽ നിന്ന് പിൻവാങ്ങാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇനി അവിടെ പഠിപ്പിക്കാതിരിക്കാം എന്നൊരു തീരുമാനത്തിലേക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നുമായി രക്ഷിതാവിന് ചെയ്യാനുമില്ല. നിസ്സഹായ അവസ്ഥയാണ് നമ്മൾ കണ്ടത്. ജിൽസി, ഈ സെന്റ് റീത്ത സ്കൂളിലെ വിദ്യാർത്ഥിക്ക് അവിടെ ഹിജാബ് ധരിച്ചുകൊണ്ട് പഠിക്കാൻ കഴിയില്ല എന്ന കാര്യം വ്യക്തമായിരുന്നു. കാരണം സംസ്ഥാന സർക്കാരും വിദ്യാഭ്യാസ വകുപ്പും ശക്തമായ നിലപാട് ഈ വിഷയത്തിൽ എടുത്തെങ്കിലും അത് അംഗീകരിക്കാൻ സ്കൂൾ മാനേജ്മെന്റ് തയ്യാറായില്ല. സ്കൂളിന്റെ നിയമാവലിയിൽ ഹിജാബ് ധരിക്കാൻ കഴിയില്ല എന്ന ഒരു നിലപാട് അവർ ശക്തമായി തന്നെ തുടരുകയായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി സ്കൂളിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനം കുട്ടിയും രക്ഷിതാവും എടുക്കുന്നത്. കഴിഞ്ഞ 2 ദിവസം ഈ കുട്ടി സ്കൂളിൽ വന്നിരുന്നില്ല. എന്തുകൊണ്ടാണ് വരാത്തതെന്ന് അന്വേഷിച്ചപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നായിരുന്നു മറുപടി. പിന്നെ മറ്റു കാര്യങ്ങളൊന്നും തന്നെ ഈ രക്ഷിതാവ് പ്രതികരിച്ചിരുന്നില്ല. പിന്നീടാണ് മീഡിയ ഈ കുട്ടിയുടെ രക്ഷിതാവുമായി ബന്ധപ്പെട്ടപ്പോൾ ഇനി ഈ സ്കൂളിൽ പഠിക്കേണ്ടതില്ല, കുട്ടി മാനസികമായ സമ്മർദ്ദത്തിലാണ്, ഇത്തരം ഒരു വിവാദമുണ്ടായ ശേഷം ഇനി സ്കൂളിൽ ചെന്നാൽ കുട്ടിയോട് മറ്റുള്ളവർ എങ്ങനെയായിരിക്കും പെരുമാറുക തുടങ്ങിയ കാര്യങ്ങളിലെല്ലാം ഈ കുട്ടിക്കും അതുപോലെ തന്നെ ഇവരുടെ രക്ഷിതാക്കൾക്കും ആശങ്കയുണ്ടായിരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇനി ആ സ്കൂളിൽ പഠിക്കേണ്ടതില്ല, അവിടെ നിന്ന് TC വാങ്ങി മറ്റൊരു സ്കൂളിൽ പഠിക്കാമെന്നൊരു തീരുമാനത്തിലേക്ക് അവരുടെ കുടുംബം എത്തുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഇത്തരമൊരു വിവരം ഇവർ മാധ്യമങ്ങളോട് പങ്കുവച്ചത്. എന്തായാലും ഇത് സംബന്ധിച്ച വിശദമായ ഒരു വാർത്താ സമ്മേളനം അല്പസമയത്തിനകം ഈ കുട്ടിയുടെ പിതാവ് നടത്തുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. 10 മണിയോടുകൂടി അവർ മാധ്യമങ്ങളെ കണ്ട് ഈ സാഹചര്യങ്ങൾ വിശദീകരിക്കും. സ്കൂൾ മാനേജ്മെന്റിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് പഠിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും തന്നെ ഒരുങ്ങുന്നതായി കാണുന്നില്ല എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇവർ ഈ തീരുമാനത്തിലേക്ക് പോയത്. സ്കൂൾ മാനേജ്മെന്റിന്റെ പ്രതികരണം ഈ വിഷയത്തിൽ മീഡിയ വൺ തേടുന്നുണ്ട്. എന്തായാലും ഇതുവരെ അവർ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല.